അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് സമന്വയ വിദ്യാഭ്യാസം കാലം തേടുന്ന മാറ്റങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ സമൂഹം വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ യുവതലമുറയെ എങ്ങനെ വാർത്തെടുക്കണം എന്നാണ് കാലം നമ്മോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. വിദ്യാഭ്യാസം മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണെങ്കിൽ ആ സമ്പാദ്യം ഇസ്ലാമിക വിദ്യയും ഭൗതിക വിദ്യയും സമന്വയിച്ചതായിരിക്കണം. കാരണം ഒരൊറ്റ ചിറകും കൊണ്ടൊരു പൂർണ്ണ മനുഷ്യർ രൂപപ്പെടില്ല. നമ്മുടെ യാത്രയുടെ ദിശ നിശ്ചയിക്കുന്നത് ഇസ്ലാമിക വിദ്യാഭ്യാസമാണ്. ഇസ്ലാമിക വിദ്യ മനുഷ്യൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു, സ്വഭാവത്തെ മെച്ചപ്പെടുത്തുന്നു, ജീവിതത്തിന് അന്തിമ ലക്ഷ്യം പഠിപ്പിക്കുന്നു, അള്ളാഹുവിനോടുള്ള ബന്ധം, ഹലാൽ ഹറാം തിരിച്ചറിവ്, ശരി തെറ്റ് വേർതിരിച്ചറിയാനുള്ള വിവേകം, ഇവയെല്ലാമാണ് ഒരു മനുഷ്യന് ദിശാബോധം നൽകുന്നത്. അറിവുണ്ടാവാം, പക്ഷേ ദിശയില്ലെങ്കിൽ അത് അപകടമാണ്. ഇസ്ലാം നമുക്ക് സുരക്ഷിത ദിശാസൂചി നൽകുന്നു. ഇന്നത്തെ ലോകത്ത് ജീവിക്കാനും ലോകത്തെ നയിക്കുവാനും ഭൗതിക വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. നല്ല തൊഴിൽ, സാങ്കേതിക വിദ്യ, പ്രശ്നപരിഹാര ശേഷി, ശാസ്ത്രീയ ചിന്ത എന്നിവയെല്ലാം ഇതിൻ്റെ സംഭാവനകളാണ്. ഇസ്ലാം ഒരിക്കലും ഭൗതിക ജ്ഞാനത്തെ തള്ളിക്കളയുന്നില്ല, മറിച്ച് പഠിക്കാനും ചിന്തിക്കാനും അത് ശക്തമായി ആഹ്വാനം ചെയ്യാനുമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ഖുർആൻ നമ്മോട് ചോദിക്കുന്നു, കുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ? കൂടാതെ പ്രപഞ്ചത്തെക്കുറിച്ച് കൽപ്പിക്കുന്നിടത്ത് അള്ളാഹു നമ്മോട് ചോദിക്കുന്നു, അഫലാ യഅഖിലൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഈ ലോകത്തെക്കുറിച്ച് പഠിക്കാതെ നമുക്ക് എങ്ങനെ ചിന്തിക്കാനാകും? അതിനാൽ ഭൗതിക ജ്ഞാനവും ഈമാനിൻ്റെ ഭാഗമാണ്. സമന്വയ വിദ്യാഭ്യാസം ഒരു നിർബന്ധിത മാറ്റമായി മാറുന്നത് പൂർണ്ണ മനുഷ്യനെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ്. ഇസ്ലാമിക വിദ്യ മനസ്സിനെ ശരിയാക്കുകയും ഭൗതിക വിദ്യ ജീവിതത്തെ ശരിയാക്കുകയും ചെയ്യുന്നു. ഇവ രണ്ടും കൂടി ചേരുമ്പോൾ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന സമ്പൂർണ്ണ മനുഷ്യർ രൂപപ്പെടുന്നു. നീതിയിൽ അനിശ്ചിതമായ പ്രൊഫഷണലുകൾക്ക് നമുക്കിന്ന് വേണ്ടത് വെറും യോഗ്യതയുള്ളവരെ അല്ല, മറിച്ച് മനസാക്ഷിയുള്ള ഡോക്ടർമാർ, സത്യസന്ധരായ എഞ്ചിനീയർമാർ, നീതിയുള്ള നേതാക്കൾ എന്നിവരെയാണ്. ഭൗതിക വിദ്യ അവർക്ക് കഴിവ് നൽകുകയും ഇസ്ലാമിക വിദ്യ അവർക്ക് മനസാക്ഷി നൽകുകയും ചെയ്യുന്നു. ഇവരെ ഉണ്ടാക്കുന്ന വഴിയാണ് സമന്വയ വിദ്യാഭ്യാസം. തെറ്റായ ചിന്തകളിൽ നിന്ന് സംരക്ഷണം മതം നൽകുന്നു. മതമില്ലാത്ത ലോകവിധിയാകുമ്പോൾ യുവാക്കൾ തെറ്റായ ആശയങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ലോകവിധിയില്ലാത്ത മതവിദ്യാർത്ഥിക്ക് ലോകത്തെ നേരിടാൻ പ്രയാസമാകും. ഈ രണ്ട് വിദ്യാഭ്യാസം ഒരുമിക്കുമ്പോൾ എല്ലാ ചിന്തകളെയും ഇസ്ലാമിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്താൻ അവർക്ക് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തന്നെ ഒരു മാതൃകയാണ്. അവിടുന്ന് മതപരമായ ജ്ഞാനത്തോടൊപ്പം വ്യാപാരം, ഭരണനയം, സമൂഹ നിർമ്മാണം എന്നിവയെല്ലാം ലോകത്തിന് മാതൃക നൽകി. ഇസ്ലാമിക വിദ്യാഭ്യാസവും അക്കാദമിക് വിദ്യാഭ്യാസവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാലഘട്ടം നമ്മളിൽ നിന്ന് തരുന്ന ഏറ്റവും വലിയ മാറ്റമാണ്. വിദ്യാഭ്യാസം മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണെങ്കിൽ അതിനെ തന്നെ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയം അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഹ്വാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഅൽ വസിയ്യത്തു ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.